ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അസൂയ കുഷ്ബ് എന്ന് തന്നെയാണ്. അതായത് ആരും വളരുന്നത് ആർക്കും ഇഷ്ടാവില്ല. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാം, ഒരാളുടെ ജീവിതത്തിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവും ദൈവാനുഗ്രഹം കൊണ്ടാണ്. അതിൽ നമ്മളിങ്ങനെ അസൂയപ്പെട്ടിട്ടും കുഷ്ബ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അസൂയപ്പെട്ടിട്ടും കുഷ്ബ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സമാധാനം തന്നെയാണ് നഷ്ടപ്പെട്ട. അവരിങ്ങനെ വളർന്നു പോകും. എന്തിനാണ് നമ്മൾ അതിലേക്ക് നോക്കുന്നത്? അത് അവർക്ക് കൊടുത്തവരെ അനുഗ്രഹമാണ്. അതിൽ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ പേരിൽ കുശുമ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെ മാത്രം നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ മതിയോ? പോരാലോ, അവരും കൂടി അവരെ ജീവിതത്തിൽ രക്ഷപ്പെടണ്ടേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഒരാൾക്ക് നാവ് കൊണ്ട് പലതും പറയാൻ പറ്റും. പക്ഷെ ആ പറയുന്നതിനെക്കാട്ടി മുമ്പ് ആദ്യം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവരെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ പുറകിൽ അവർ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഒന്നും അങ്ങനെ രക്ഷപ്പെടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ചുമ്മാ ഇങ്ങനെ വായ്ത്തള്ളിയിട്ടൊന്നും പറയാൻ പാടില്ല. എല്ലാ പണിക്കും അതിൻ്റെതായ ഭയങ്കര കഷ്ടപ്പാടുണ്ട് മക്കളെ. അങ്ങനെ കഷ്ടപ്പെട്ടവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ അസൂയപ്പെട്ടിട്ടും കുശുമ്പ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മുമ്പൊക്കെ ഒരാളോട് ദേഷ്യം തോന്നുന്നെങ്കിൽ അത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണോ അല്ലേ? ഇപ്പം പിന്നെ അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ചാൽ ഒരാൾ വളർന്നതെന്ന് കാണുമ്പോൾ അവരോട് വെറുപ്പ് തോന്നും. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ വളർന്ന് പന്തലിച്ചോ എന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയാവുക? നിങ്ങളെന്താ വിചാരിക്കേണ്ടതെന്നറിയാവുക? അത് അവർക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹമല്ലേ എന്ന് വിചാരിക്കുക വേണ്ടത്. അതിൻ്റെ പേരിൽ അസൂയപ്പെട്ടിട്ടും കുശുമ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് എത്ര മതിൽ കിട്ടിയാലും അത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അത് ആദ്യം മനസ്സിലാക്കുക, ഞാനും നിങ്ങളും. പിന്നെ ഒരു കൂട്ടക്കാരുണ്ട്, വെറും ആളെ ഇൻസൾട്ട് ചെയ്യല്, പരിഹസിക്കല്, കുത്തി നോവിക്കല്. നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. എന്തിനാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്? നമ്മൾ ആരുമില്ല, നല്ല ആളൊന്നല്ലല്ലോ. ഇപ്പോൾ കുറ്റങ്ങളിപ്പോൾ ആർക്കപ്പം ഇല്ലാത്തത്? കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അവരവരെ കുറ്റങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും. അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഒരു നോട്ട് നിറച്ചും ഉണ്ടാകും. പിന്നെ എന്നിട്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നത് അല്ലേ? ചില ആൾക്കാരുണ്ട് അങ്ങനെ. ഇനി ഇതൊന്നും ഒഴിവാക്കാനായിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഒട്ടുമിക്ക സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവം തന്നെയാണ്. പിന്നെ ആരുടെയും കുറ്റങ്ങൾ അങ്ങനെ കൂടുതൽ പറയാൻ പാടില്ല അല്ലേ? ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാൽ തന്നെ ഓരോരുത്തരെ വലിച്ച് നീട്ടിയിട്ട് കുറ്റങ്ങൾ പറയുന്ന അങ്ങനെയുള്ള വീഡിയോസ് വരെ ഉണ്ട് അല്ലേ? അതെല്ലാം മാക്സിമം ഒഴിവാക്കുക. വലിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ പറയാൽ നല്ലതല്ല. അത് കേൾക്കലും നല്ലതല്ലാന്ന്. അപ്പം അങ്ങനെ ഒരാളെയും ആരെയും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലാവരെയും റബ്ബ് പഠിച്ചതല്ലേ. ഇനി അവരവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരും റബ്ബുമായിട്ട് തീർക്കും. അല്ലാതെ നമ്മൾ ആരെയും അങ്ങനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ചിട്ട് ആരെയും പരിഹസിക്കാനും പാടില്ല. ഇന്ന് നമ്മളൊരാളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തിരിച്ച് അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നാളെ അല്ലാഹു തആല ഭൂമിയിൽ ഒരാളെ ഇറക്കും. അത് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ റബ്ബ് കൊടുക്കുന്നത് കൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും നേരായത്. അല്ലെങ്കിൽ ഒരാളെയും മര്യാദയ്ക്ക് നടക്കാൻ വിടില്ല. ഇപ്പോൾ വയനാട്ടിലായ ഒരു പ്രശ്നം വന്നേരം തന്നെ എല്ലാവരും പേടിച്ചു പോയില്ലേ? ഏത് സമയം നമ്മളെ വീടും ഇതേപോലെ നഷ്ടപ്പെട്ടു പോയിന്ന്. പിന്നെ അതന്നെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് എന്തായാലും തിരിച്ചടി കിട്ടുമെന്ന്. അതുകൊണ്ട് നമ്മളായിട്ട് ആരെയും അങ്ങോട്ടും അടിക്കാതിരിക്കുക. നമ്മളൊരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല എന്തായാലും നമ്മൾ തിരിച്ചടിക്കും. അത് തിരിച്ചടിച്ചിട്ടേ നമ്മൾ മരിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുണ്ട്. മനസ്സമാധാനമുള്ള ജീവിതമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നത്. സമാധാനമാണ് ഏറ്റവും വലുത്. പിന്നെ കുറേ പേര് പറയാറുണ്ട് പണമാണ് വലുത് എന്ന്. പണം വേണം, വേണ്ടാതൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ കൂടുതലും വേണ്ടത് മനസ്സമാധാനം തന്നെയാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ആവുകയൊന്നും ചെയ്യില്ല. അതൊക്കെ വെറും നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും. പണം എന്താ പറയുക, നമ്മളെ
ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ടും അത്യാഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പണം. പക്ഷെ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. സമാധാനം ഇല്ലാത്ത പേരിൽ തന്നെയല്ലേ കുറേ പേർ ഇന്ന് സൂയിസൈഡ് ചെയ്യുന്നത് അല്ലേ? പണം ഇല്ലാതെ പേരിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പം കൂടുതലും മനസ്സമാധാനം ഇല്ലാതെ പേരിലാണ് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നത്. ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും രണ്ടും നമ്മളെ മുന്നിലേക്ക് വരും അല്ലേ? സങ്കടങ്ങൾ വരാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട, അത് ഏത് സമയത്തും കടന്നു വരും. ചെറിയൊരു കാര്യത്തിന് പോലും സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുക, സങ്കടങ്ങൾ വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ആ ഒരു മൊമെൻറ്റിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പലതും ആ സമയത്ത് നമ്മളെ മനസ്സിലേക്ക് കടന്നു വരും. അതായത് ഓവർ ചിന്ത, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വരും. അപ്പം നമുക്കത് എന്താ പറയുക, നമ്മളെ ബോഡി മൊത്തം അങ്ങ് വീക്കായി പോകും. അതുകൊണ്ട് പിന്നെ സങ്കടങ്ങൾ വന്നാൽ ഒന്നിക്കിൽ അതങ്ങ് അനുഭവിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പിന്നെ അതങ്ങ് മൈൻഡാക്കാണ്ട് നിൽക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, കൂടുതലും അള്ളാഹിനോട് ദുആരക്കുക, പ്രാർത്ഥിക്കുക. ആ ഒരു സമയത്ത് കൈനത്തും സലാത്തും ചെല്ലാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, എന്ത് സങ്കടങ്ങളും നമ്മളെ മുമ്പിൽ വന്നാലും. പിന്നെന്താണെന്ന് വെച്ചാൽ സന്തോഷത്തിന് പിന്നെ കാര്യം പറയാനില്ലല്ലോ. എല്ലാവരും സന്തോഷമുള്ള ജീവിതം തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് അല്ലേ? മനസ്സമാധാനം പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല. മനസ്സമാധാനമാണ് വേണ്ടത്. അങ്ങനത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.